RRB ക്ലർക്കിന്റെ പ്രിലിംസ് എക്സാം ഡേറ്റ് ഡിസംബർ 2-ാം തീയതിയാണ്. സോ നമുക്ക് ഇന്ന് തൊട്ട് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 5 ദിവസം കൂടെ മാത്രമല്ലേ ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യണം ആ ഒരു ദിവസം, എന്തൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ചെയ്താൽ നല്ലൊരു സ്കോർ നേടാൻ പറ്റും, ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞുതരാം. നമുക്ക് ഈ 5 ദിവസം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യം മോക്ക് ടെസ്റ്റിന് പ്രാധാന്യം കൊടുക്കുക. എത്രത്തോളം മോക്ക് ടെസ്റ്റ് എഴുതാൻ പറ്റുമോ, RRB ക്ലർക്ക് ലെവൽ മോക്ക് ടെസ്റ്റ് എത്രത്തോളം എഴുതാൻ പറ്റുമോ അത്രത്തോളം മോക്ക് ടെസ്റ്റ് എഴുതിക്കോ. അതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ലെവൽ ഓഫ് മോക്ക് ടെസ്റ്റ് ഒന്നും സെലക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ വളരെ ഈസി ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് എഴുതുക. നമുക്ക് എന്താ മെയിനായിട്ട് നോക്കേണ്ടത്, നമ്മുടെ സ്പീഡ് നല്ല ഹയർ ആയിട്ടിരിക്കുക, സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തു പോകുക. ഇപ്പോൾ ഈ ഡിഫിക്കൽ ലെവൽ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ എന്താ, നമുക്ക് അവിടെ അനുസരിച്ച് സെലക്ഷൻ ഓഫ് ക്വസ്റ്റൻസിന് ഇമ്പോർട്ടൻസ് വരത്തില്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു ഹാബിറ്റ് ഓട്ടോമാറ്റിക്കലി നമുക്കങ്ങ് ആയിപ്പോകും. അത് നമ്മുടെ ആക്ച്വൽ എക്സാമിനെയും ബാധിക്കും. അതുകൊണ്ട് എത്രത്തോളം ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന മോക്ക് ടെസ്റ്റ് ഉണ്ടോ അതിനെ ചൂസ് ചെയ്ത് എഴുതുക. അതുപോലെ മെമ്മറി ബേസ്ഡ് മോക്ക് ടെസ്റ്റുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഈ ഒരു സമയത്ത് അതൊക്കെയാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അതുപോലെ ഏതെങ്കിലും ഒരു സെക്ഷനിൽ നിങ്ങൾ വീക്കാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ QAയിൽ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു സ്കോർ കിട്ടുന്നില്ല, അത് കാരണം നിങ്ങൾക്ക് ഓവറോൾ സ്കോറിനെ അഫക്റ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു സെക്ഷൻ ടെസ്റ്റിനും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കമ്പൽസറി ആയിട്ട് ചെയ്യണം. എനിക്കറിയാം എല്ലാവർക്കും ഒരുപാട് ട്രിക്സ് ഒക്കെ വേണം QAയിലൊക്കെ സ്കോറുകൾ, അല്ലെങ്കിൽ ഒരുപാട് അരിത്തമെറ്റിക് ക്വസ്റ്റൻസ് ഒക്കെ ചെയ്യാൻ ട്രിക്സിൻ്റെ ആവശ്യമുണ്ട്. ഒരു 30 സെക്കൻഡിനുള്ളിൽ അരിത്തമെറ്റിക് ക്വസ്റ്റൻസ് ഒക്കെ ഫിനിഷ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഒരു RRB ക്ലർക്ക് പ്രിലിംസ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു അരിത്തമെറ്റിക് സീരീസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളും ക്ലാസ് കാണും. ഒരുപാട് ട്രിക്സ് ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് നമുക്ക് ഈ ട്രിക്സ് അല്ല ഇവിടെ പ്രധാനമായിട്ട് ആവശ്യം. നമ്മൾ RRB PO പഠിച്ചപ്പോൾ അവിടെ ട്രിക്കാണ്, നമ്മൾ അവിടെ വേരിയബിൾ ബേസ്ഡ് ക്വസ്റ്റൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. ഇപ്പം RRB PO എക്സാം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ആ ഒരു എക്സാക്ട് പാറ്റേൺ ഓഫ് ക്വസ്റ്റൻസ് അല്ലേ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതേ മോഡലിൽ നമുക്ക് RRB ക്ലർക്കിനും ഫോക്കസ് ചെയ്യണം. അപ്പോൾ ഒരുപാട് ട്രിക്സ് പറഞ്ഞുതരാം, നിങ്ങൾ റെഗുലറായിട്ട് ഫോളോ ചെയ്യണം. അത് കമ്പൽസറി ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. നല്ലപോലെ നോട്ട്സ് എഴുതിയെടുക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നല്ലപോലെ എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദാ നിങ്ങളുടെ മുൻപിൽ വന്നിട്ടുണ്ട്. നമുക്ക് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ട ട്രിക്സിനായിരിക്കും. അപ്പോൾ ദാ നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മിക്സ്ഡ് ആൻഡ് അലിഗേഷനിൽ ഒരു നല്ലൊരു ട്രിക്ക് ആയിരിക്കും കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും, പക്ഷേ നമുക്കൊരു റിവിഷനും ഇതിൻ്റെ കൂടെ നടക്കും. നോക്കിക്കോ. എ വെസൽ ഹാസ് എ മിക്സ്ചർ ഓഫ് 60% salt and 40% pepper powder. When 42 kilogram of pepper powder is added to the vessel, then the ratio becomes 1:3. എത്രയായി മാറി? 1:3 ആയി മാറി. ഫൈൻഡ് ദ ഇനിഷ്യൽ ക്വാണ്ടിറ്റി ഓഫ് മിക്സർ ഇൻ ദ വെസൽ. അപ്പോൾ ഈ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റൻസ് നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി. അവിടെ വേരിയബിൾ ബേസ്ഡ് ക്വസ്റ്റനോ അല്ലെങ്കിൽ ഒരുപാട് ടൈം എടുക്കുന്ന ക്വസ്റ്റൻസ് ഒന്നും പ്രതീക്ഷിക്കണ്ട. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ആ ഒരു മിക്സറിൽ 2 കമ്പോണന്റ് ഉണ്ട്, സോൾട്ടും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പെപ്പർ പൗഡറും ഉണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് സോൾട്ടിൽ എത്ര കോമ്പോസിഷൻ ആണ്, മിക്സറിലെ സോൾട്ടിന്റെ കോമ്പോസിഷൻ എത്ര വന്നിരിക്കുന്നത്? 60% അല്ലേ. സിമിലർലി നമ്മുടെ പെപ്പർ പൗഡർ ആണെങ്കിലോ 40% അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യും, ഇവന്മാരെ നേരെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യാം, നമ്മുടെ റേഷ്യോയിലോട്ട് കൺവേർട്ട് ചെയ്യാം. 3:2 എന്ന് വരത്തില്ലേ. പക്ഷെ നമുക്കൊരു കാര്യം ആലോചിക്കണം. ഈ 60% സോൾട്ട് തന്നു കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ഡയറക്റ്റ് എങ്ങോട്ട് പോകാം, റേഷ്യോയിലോട്ട് പോകാം. അതെങ്ങനെയാണെന്ന് കൂടെ പറഞ്ഞുതരാം. 60% ഫ്രാക്ഷൻ വാല്യൂ എത്ര? 3/5 അല്ലേ. ഈ 3/5 5 എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ, അതായത് നമ്മുടെ മിക്സ്ചർ. 3 എന്താ? സോൾട്ട് ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഒരു മിക്സ്ചറിൽ ടോട്ടൽ 5 ആണ്, 3 ആര് കൊണ്ടുപോയി? സോൾട്ട് കൊണ്ടുപോയി. ബാക്കി പെപ്പർ എത്ര ആയിരിക്കും? 2 അല്ലേ വരത്തുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ എഴുതാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് റേഷ്യോ എത്ര കിട്ടി? 3:2 എന്ന് കിട്ടി. ഇനി നമ്മളോട് പറയുകയാണ് അതിൽ എത്ര കിലോഗ്രാം പെപ്പർ പൗഡർ ആഡ് ചെയ്തു? നമ്മുടെ പെപ്പർ പൗഡർ എന്ത് ചെയ്തു? ഒരു 42 കിലോഗ്രാം കൂടെ എക്സ്ട്രാ നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്തപ്പോൾ എന്തായി റേഷ്യോ? സോൾട്ടിൻ്റെയും അതുപോലെ തന്നെ ഈ പറയുന്ന പെപ്പർ പൗഡറിൻ്റെ റേഷ്യോ എന്തായി മാറി? 1:3 ആയി മാറി. അപ്പോൾ നമ്മൾ ഇവിടെ എക്സിൻ്റെയും വൈയുടെ ഒന്നും ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. നമുക്കിവിടെ ഡയറക്റ്റ് ചെയ്യാം. ഇവിടെ എന്ത് വേരിയബിൾ ആണ് അല്ലെങ്കിൽ എന്ത് കമ്പോണൻ്റ് ആണ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തത്? നമ്മളിവിടെ പെപ്പർ പൗഡറിൽ എക്സ്ട്രാ ആഡ് ചെയ്തത്, നമ്മളിവിടെ സോൾട്ട് എന്തെങ്കിലും വേരിയേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും എക്സ്ട്രാ റിമൂവ് ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. അതിനർത്ഥം ത്രൂ ഔട്ട് ഈ ഒരു പ്രോസസ്സിൽ സോൾട്ട് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ നോക്കിക്കേ, ഇവിടെ സോൾട്ട് എത്ര? 3 യൂണിറ്റ് അല്ലേ. നമ്മുടെ ഫസ്റ്റ് ഇനിഷ്യൽ മിക്സ്ചറിൽ 3 യൂണിറ്റും ഫൈനൽ മിക്സ്ചറിൽ 1 യൂണിറ്റും അല്ലേ. അതെങ്ങനെ ശരിയാകും? രണ്ട് കേസിലും നമ്മൾ സോൾട്ടിനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അവന്മാരുടെ വാല്യൂസിനെ ഇക്വേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈക്വൽ ആക്കണം. അതിന് എന്ത് ചെയ്താൽ മതി? രണ്ടാമത്തെ അല്ലെങ്കിൽ ഫൈനൽ റേഷ്യോയിലെ നമ്മുടെ സോൾട്ടിന്റെ വാല്യൂ ആയിട്ടുള്ള 1 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. 1 അല്ലേ നമ്മുടെ. അതുപോലെ തന്നെ ഇനിഷ്യൽ റേഷ്യോയിലെ സോൾട്ടിന്റെ വാല്യൂ എത്ര? 3 കൊണ്ട് എന്ത് ചെയ്യുക? ഫൈനൽ റേഷ്യോനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ റേഷ്യോ എന്തായി മാറി? ഇനിഷ്യലിന്റെയും ഫൈനലിന്റെയും സോൾട്ടിന്റെയും പെപ്പറിന്റെ റേഷ്യോ എന്തായി മാറി? 3:2ഉം അതുപോലെ ഫൈനൽ എന്തായി മാറി? ഈ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3:9 ആയി മാറി അല്ലേ. അപ്പൊ നോക്കിക്കേ, രണ്ട് കേസിലും സോൾട്ട് ഈക്വൽ ആയിട്ട് കിട്ടിയില്ലേ. പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ക്വാണ്ടിറ്റി എത്ര? 42 കിലോഗ്രാം പെപ്പർ പൗഡർ ആഡ് ചെയ്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ റേഷ്യോയിൽ എത്ര ആയിരിക്കും വന്നിരിക്കുന്ന ചേഞ്ച്? 7 യൂണിറ്റ് അല്ലേ. ആ 7 യൂണിറ്റിന്റെ വാല്യൂ നമ്മുടെ ക്വസ്റ്റിന് തന്നിട്ടുണ്ട് എത്ര? 42 kg അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റിന്റെ വാല്യൂ എത്ര ആയിരിക്കും? 6 ആണല്ലോ.
അങ്ങനെയാണെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, നമുക്ക് വേണ്ട എന്താ, ഫൈൻഡ് ദ ഇനിഷ്യൽ ക്വാണ്ടിറ്റി ഓഫ് ദ മിക്സ്ചർ ഇൻ ദ മെസൽ അല്ലേ. അപ്പോൾ ഇനിഷ്യൽ ക്വാണ്ടിറ്റി എത്ര, 3 2 5 യൂണിറ്റ് അല്ലേ. സോ നമുക്ക് വേണ്ട ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ 5 യൂണിറ്റിന്റെ വാല്യൂ എത്ര ആയിരിക്കും, 5ന്റെ കൂടെ നമ്മൾ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 6 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും, 30 kg ആയിരിക്കും നമ്മുടെ ഇനിഷ്യൽ ക്വാണ്ടിറ്റി മിക്സ്ചർ എന്ന് പറയുന്നത്. ഏതാ ഓപ്ഷൻ, ഓപ്ഷൻ എ ആയിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. വളരെ നല്ലപോലെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്, നല്ലപോലെ എഴുതി തന്നിട്ടുണ്ട്. അതിന്റെ റീസൺ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അത് എന്തെടുക്കണം, നോട്ട്സ് ആക്കണം, പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യണം. അപ്പോൾ ഇതൊരു ട്രിക്ക് പഠിച്ചില്ലേ, നമുക്ക് എക്സും വൈയുടെ ഒന്നും ആവശ്യമില്ല, നമുക്ക് എന്ത് ചെയ്താൽ മതി, ഏതാണോ ഏത് ക്വാണ്ടിറ്റി ആണോ അവിടെ സെയിം ആയിട്ടിരിക്കുന്നത് അതിന് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ വാല്യൂസ് സെയിം ആക്കി മാറ്റുക, ബാക്കി നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ഡേറ്റയുമായിട്ട് കണക്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ മിക്സർ ആൻഡ് അലിഗേഷൻ ഒരു ട്രിക്ക് നമ്മൾ ഇന്ന് പഠിച്ചു. നമുക്കിനി രണ്ടാമത്തെ ക്വസ്റ്റിനോട്ട് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏത് ചാപ്റ്റർ ആയിരിക്കും, കംപ്ലീറ്റ് ദ പീസ് ഓഫ് വർക്ക് എന്ന് കാണുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരണം ടൈം ആൻഡ് വർക്കിലായിരിക്കും. പക്ഷേ ഇവിടെ ഒരു ഡിഫിക്കൽട്ട് ലെവലും അല്ലെങ്കിൽ വേറൊരു ടൈപ്പ് ആയിരിക്കും, ഓൾട്ടർനേറ്റ് ഡേയ്സ് എന്ന് പറഞ്ഞൊരു ടൈപ്പിന്റെ ആയിരിക്കും. സോ അതിന്റെ ഒരു കൺസെപ്റ്റും അല്ലെങ്കിൽ അതിന്റെ ഒരു ട്രിക്കും ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോ. പി ആൻഡ് ക്യൂ എലോൺ ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻ 30 days. അപ്പോൾ പി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യും, 30 days കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അതുപോലെ രണ്ടാമത്തെ ആളാരാ, ക്യൂ എലോൺ ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻ 24 days. അപ്പോൾ ക്യൂ ഒറ്റയ്ക്കാണെങ്കിൽ ഈ ഒരു വർക്ക് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും, 24 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. If they decided to work on alternate days to complete the same work starting with the queue, then how many days will the work will be completed? അപ്പോൾ നമ്മളോട് പറയാണ് ഈ ഒരു വർക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് ഓരോരുത്തരായിട്ട് ചെയ്യുന്നത്. പക്ഷെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആരാ, ക്യൂ ആണെങ്കിൽ എത്ര ഡേയ്സ് കൊണ്ട് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് വേണ്ടേ, നമുക്ക് LCM എടുക്കാം. ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ എത്ര വരും, 30ന്റെ 20ന്റെ LCM എത്ര, 120 അല്ലേ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ അങ്ങനെയാണെങ്കിൽ പിയുടെ എഫിഷ്യൻസി എത്ര കിട്ടും, 4 ടൈംസ് അല്ലേ, ക്യൂവിന്റെ എഫിഷ്യൻസി എത്ര കിട്ടും, 5 ടൈംസ് എന്ന് കിട്ടും. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കറിയാം ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തു, സപ്പോസ് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിലാണെന്ന് വിചാരിച്ചോ, നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു, ഇത് സപ്പോസ് നമ്മുടെ ഫസ്റ്റ് ഡേ ആണെന്ന് വിചാരിച്ചോ, ഡേ 1 ഓക്കെ ആണല്ലോ, ഡേ 1 അല്ലെങ്കിൽ 1 ഡേ, 1 ഡേ അല്ല ഡേ 1 ആണെന്ന് വിചാരിക്കാം. സോ അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വർക്ക് ആരാ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്, വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡേ 1-ൽ ക്യൂ ആണ്. അപ്പൊ ക്യൂ ഫസ്റ്റ് ഡേയിൽ എത്ര വർക്ക് ചെയ്യും, നമുക്കറിയാം എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ, പെർ ഡേ വർക്ക്, ഒരു ദിവസം എത്ര വർക്ക് ചെയ്തു. അപ്പൊ ക്യൂ ഒരു ദിവസം എത്ര വർക്ക് ചെയ്തു, ഫസ്റ്റ് ഡേയിൽ 4 വർക്ക് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു വർക്ക് കഴിഞ്ഞപ്പം, ഒരു ദിവസം കഴിഞ്ഞപ്പം നമ്മുടെ ക്യൂ എന്ത് ചെയ്തു, ആ വർക്ക് നിർത്തിപ്പോയി. ഇനി ആര് വന്നു, നമ്മുടെ പി വന്നു, ഓൾട്ടർനേറ്റ് ഡേയ്സിലല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പൊ പി ആണെങ്കിൽ ഡേ 2-ൽ വന്നല്ലേ, ഡേ 2-ൽ പി വന്നു. എത്ര വർക്കാണ് ഒരു ദിവസം പി ചെയ്യുന്നത്, 5 വർക്ക് അല്ലേ. അപ്പൊ 5 വർക്ക് ആര് ചെയ്തു, പി ചെയ്തു. ഇനി ഈ ഒരു പ്രോസസ്സ് എന്ത് ചെയ്തു, വീണ്ടും കണ്ടിന്യൂ ചെയ്യും. അടുത്ത ദിവസം ഡേ 3-ൽ ആര് വരും, ഡേ 3-ൽ വീണ്ടും ക്യൂ വരും. എത്ര വർക്കാണ് ചെയ്യുന്നത്, 4 വർക്ക് ചെയ്യും. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ ഒരു പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, ഇത്രയും വർക്കുകൾ എന്തായിരിക്കും, 2 ഡേയിലെ വർക്ക് അല്ലേ. അപ്പം 2 ഡേയിൽ അല്ലെങ്കിൽ 2 ഡേയ്സിൽ ഇവർ എത്ര വർക്ക് ചെയ്തു, 5 4 9 വർക്ക് ചെയ്തില്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമുക്ക് ടോട്ടൽ 120 അല്ലേ വേണ്ടത്. നമ്മൾ ഓൾറെഡി അറിയാം 2 ദിവസം അവർ 9 വർക്ക് ചെയ്തു. അപ്പൊ നമുക്ക് ചെയ്യേണ്ട ഒറ്റ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ 9ന്റെ മൾട്ടിപ്പിൾ നോക്കാം. 120യോട് അടുത്ത് നമുക്കൊരു വാല്യൂ കിട്ടുന്ന 9ന്റെ മൾട്ടിപ്പിൾ നോക്കാം. പക്ഷേ 120യെക്കാട്ടിലും ക്ലോസ് ചെയ്യാൻ പാടില്ല, 120യോട് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള വാല്യൂ അത് ഏതായിരിക്കും, നമുക്കറിയാം 117 എന്ന് പറഞ്ഞാൽ 9ന്റെ മൾട്ടിപ്പിൾ അല്ലേ, എത്ര ടൈംസ് ആയിരിക്കും 117 വരണമെങ്കിൽ, 13 ടൈംസ് അല്ലേ. അതായത് 13 9 എന്ന് പറഞ്ഞാൽ എത്ര, 117 അല്ലേ. അതായത് 120നോട് അടുത്ത് നിൽക്കുന്ന 9ന്റെ മൾട്ടിപ്പിൾ. അപ്പൊ നമ്മൾ ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഇതിനെ നമ്മൾ 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 117 എന്ന് കിട്ടും. അതായത് 120നോട് അടുത്തൊരു വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. ആ 120നേക്കാട്ടിലും ക്രോസ് ചെയ്യാനും പാടില്ല, അതായത് 120നേക്കാട്ടിലും കൂടാനും പാടില്ല. അപ്പോൾ 13 കൊണ്ട് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ബാക്കി ഞാൻ ഇങ്ങോട്ട് എഴുതാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടി 26 ഡേയ്സ് കൊണ്ട് ടോട്ടൽ എത്ര വർക്ക് ചെയ്തു, നമ്മുടെ എ പിയും ക്യൂയും കൂടെ ഒന്നിച്ച് 117 വർക്ക് ചെയ്തു. അതായത് നിങ്ങൾ നോക്കിക്കേ, ഈ 26 ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഓരോ 2 ഡേയ്സ് കൊണ്ടും ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും. അടുത്ത ഡേ വരുമ്പോൾ 27ാമത്തെ ദിവസം വരുമ്പോൾ ആരായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, ക്യൂ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. 28ാമത്തെ ഡേയ്സിൽ വരുമ്പോൾ ആരായിരിക്കും, പി ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, 27ാമത്തെ ഡേയ്സിലോട്ട് പോകുമ്പോൾ ആരായിരിക്കും, ക്യൂ അല്ലേ. നമുക്കിനി എത്ര വർക്കും കൂടെ ബാക്കി വന്നാൽ മതി, ടോട്ടൽ 120 വർക്കാണ്, നമുക്കിനി ഒരു 3 വർക്കും കൂടെ വന്നാൽ മതി. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് ആരാ ചെയ്യാൻ പോകുന്നത്, അടുത്തത് ക്യൂ അല്ലേ അടുത്ത വർക്ക് ചെയ്യാൻ പോകുന്നത്. ക്യൂ എത്ര ടോട്ടൽ 4 വർക്കല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 4 വർക്കിൽ 3 വർക്ക് മതി. 4 അല്ല, ക്യൂവിന്റെ 5 അല്ലേ, നമ്മൾ തിരിഞ്ഞു പോയല്ലേ ഇവിടെ എഴുതിയത്. ക്യൂ എത്ര വർക്കാണ് ചെയ്യുന്നത്, 5 അല്ലേ. ഇവിടെ ക്യൂവിൽ 5 വർക്കാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ക്യൂ എത്ര വർക്കാണ് ചെയ്യുന്നത്, 5 വർക്കാണ് ചെയ്യുന്നത്. അതിൽ നമുക്ക് 4 വർക്ക് മതി. അപ്പൊ ടോട്ടൽ 5 വർക്കിന് നമുക്ക് എത്ര വർക്ക് മതി, ഇനി 3 വർക്ക് മാത്രം മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എത്ര ഡേയ്സും കൂടെ ചെയ്താൽ മതി, ടോട്ടൽ എത്ര വർക്ക് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും, 26 and 5/3 ഡേയ്സ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഏതാ ഓപ്ഷൻ,
ഓപ്ഷൻ ഡി ആയിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞത്. കണ്ടോ എങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് മനസ്സിലായില്ലേ? ഇവിടെ ഒരു കറക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്യൂവിന്റെ 4 എടുത്തു, പിന്റെ 5 എടുത്തു, പക്ഷെ തിരിച്ച് അത് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ടോട്ടൽ വർക്ക് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? 26 ആൻഡ് 5/3 ഡേയ്സ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ? സോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അതായത് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. റേഷ്യോ ഓഫ് ദി പെർസെൻറ്റേജ് ഓഫ് ബാലു ബാബു ഈസ് 4:5. ദ റേഷ്യോ ഓഫ് ദി പെർസെൻറ്റേജ് ഓഫ് ബാബു ആൻഡ് ബാനു ഈസ് 2:3. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പെർസെൻറ്റേജ് ഓഫ് ബാലു ആൻഡ് ബാനു തന്നിട്ടുണ്ട് 35. ഫൈൻഡ് ദ ഏജ് ഓഫ് ബാബു 5 years ago. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോസ് ആരൊക്കെ ഉണ്ടെന്ന് ആദ്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ബാലു ഉണ്ട്. രണ്ടാമത്തെ പേഴ്സൺ ആരായിരിക്കും? ബാബു ഉണ്ട്. മൂന്നാമത്തേത് ആരായിരിക്കും? ബാനു ഉണ്ട്. അപ്പോൾ നമുക്ക് 3 പേഴ്സൺസ് ഉണ്ട്. നമുക്ക് അവരുടെ പെർസെൻറ്റേജുകളുടെ റേഷ്യോ തന്നിട്ടുണ്ടല്ലേ? അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. ബാലുവിൻ്റെയും ബാബുവിൻ്റെ റേഷ്യോ എത്ര തന്നിരിക്കുന്നത്? 4:5 തന്നിട്ടുണ്ട്. രണ്ടാമത്തത് റേഷ്യോ ഓഫ് ദി ബാബു ആൻഡ് ബാനു. അപ്പോൾ രണ്ട് കേസിലും ബാബു ഓവർലാപ്പ് ചെയ്യുന്നില്ലേ? അപ്പോൾ നമുക്ക് ഇവന്മാരെ കമ്പൈൻ ചെയ്യണ്ടേ, അല്ലെങ്കിൽ മേർജ് ചെയ്ത റേഷ്യോ ഉണ്ടേ? അപ്പോൾ രണ്ടാമത്തെ കേസിൽ ബാബുവും ബാനുവും തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? നേരെ വെർട്ടിക്കലി താഴെ എഴുതാം, 2:3 എന്ന് എഴുതാം. ഇനി നമുക്ക് ഇവന്മാരുടെ കമ്പൈൻഡ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞു തരത്തില്ല, എപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമല്ലേ? എന്ത് ചെയ്താൽ മതി? ആദ്യം ഇവനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 4 × 2 എത്ര? 8 അല്ലേ? അതായിരിക്കും ബാലുവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏജിന്റെ റേഷ്യോ വാല്യൂ. ഇനി ബാബുവിന്റെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവനും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര വരും? 5 × 2 10 വരും. അടുത്തത് ബാനുവിന്റെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 5ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ എത്ര വരും? 5 × 3 15 വരും. അപ്പോൾ നമുക്ക് ഇനി ചെറുതാക്കാവുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇവന്മാരുടെ കമ്പൈൻഡ് റേഷ്യോ ആയിട്ടുള്ള 8:10:15 കിട്ടി. പെർസെൻറ്റേജിന്റെ റേഷ്യോ കിട്ടി. നമ്മുടെ ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പെർസെൻറ്റേജ് ഓഫ് ബാലു ആൻഡ് ബാനു ഈസ് 35. അപ്പോൾ ബാലുവിൻ്റെയും ബാനുവിൻ്റെയും ഡിഫറൻസ്, അതായത് റേഷ്യോന്റെ ഡിഫറൻസ് എത്ര? നിങ്ങൾ നോക്കിക്കേ, 8ഉം 15ന്റെ ഡിഫറൻസ് എത്ര? 7 വരത്തില്ലേ? ആ 7 യൂണിറ്റിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 35 തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റിന്റെ വാല്യൂ എത്ര ആയിരിക്കും? 5 ആയിരിക്കും. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സോ ആൻസർ എത്ര ആയിരിക്കും? ആൻസർ എന്ന് പറഞ്ഞാൽ എത്ര? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദി ഏജ് ഓഫ് ബാബു. അപ്പോൾ ബാബുവിന്റെ പെർസെൻറ്റേജ് എത്ര? 5 യൂണിറ്റ് അല്ലേ? സോ ബാബുവിന്റെ പെർസെൻറ്റേജ് നമുക്ക് എത്ര ആയിരിക്കും കിട്ടുന്നത്? 5 യൂണിറ്റ് ആയിരിക്കും. സോ നമുക്ക് കിട്ടി 50 എന്ന് കിട്ടി. പക്ഷെ നമുക്ക് ആൻസർ എന്താ? 5 years ago അല്ലേ വേണ്ടത്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 50 - 5 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കണം? 45 years ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ബി ആയിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പം റേഷ്യോനെ മേർജ് ചെയ്ത് എങ്ങനെ ഒരു ക്വസ്റ്റിനെ ചെയ്യാം എന്ന് ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും ഒരു ട്രിക്കും കൂടെ നമുക്ക് ഓൾറെഡി പഠിച്ചു. ഇനി പഠിച്ച ആളുകളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്തു? അവിടെ ഒരു റിവിഷനും കൂടെ നടന്നു. ഓക്കെ ആണല്ലോ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നാലാമത്തെ ക്വസ്റ്റിനിലോട്ട് പോകാം. നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ ദാ വന്നിരിക്കുന്നു. നമുക്ക് ടൈം സ്പീഡ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ബോട്ട് ആൻഡ് സ്ട്രീമിലെ ഒരു നല്ലൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. റേഷ്യോ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇതിനെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ റേഷ്യോയിൽ ഒരു ട്രിക്കാണ് കാണിച്ചു തരാൻ പോകുന്നത്. നോക്കിക്കോ. ശിവ കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 40 കിലോമീറ്റർ ടു എ സർട്ടൈൻ പോയിന്റ് ആൻഡ് റിട്ടേൺസ് ടു ദി സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇൻ 18 hours. അതായത് ഫോർ എക്സാമ്പിൾ ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ മൊത്തം വായിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ദ ടൈം ടേക്കൺ ബൈ ശിവ ടു റോ 20 കിലോമീറ്റർ ഡൗൺ സ്ട്രീം ഈ സെയിം ആസ് ദി ടൈം ടേക്കൺ ടു റോ 16 കിലോമീറ്റർ അപ് സ്ട്രീം. ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. അപ്പോൾ ഈ ക്വസ്റ്റിന് നമുക്ക് എന്താ പറയുന്നത്? നമുക്കൊരു ഇന്റർ കണക്ഷൻ വേണ്ടി വരും അല്ലെ? ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ശിവ കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 40 കിലോമീറ്റർ ടു എ സർട്ടൻ പോയിന്റ് ആൻഡ് റിട്ടേൺസ് ടു ദി സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇൻ 18 hours. അതായത് ഫോർ എക്സാമ്പിൾ ശിവ എന്ത് ചെയ്താ? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ട്രാവൽ ചെയ്ത് നമ്മുടെ ശിവയുടെ ഡെസ്റ്റിനേഷൻ എത്തി. അപ്പോൾ എന്ത് ചെയ്തു? ടോട്ടൽ ഡിസ്റ്റൻസ് ഇവിടെ എത്ര വന്നിരിക്കുന്നത്? 40 കിലോമീറ്റർ അല്ലേ? 40 കിലോമീറ്റർ ആണ് ശിവയ്ക്ക് ടോട്ടൽ എടുക്കുന്നത്. അതായത് ഇവിടുന്ന് അങ്ങോട്ട് പോകാനും 40 കിലോമീറ്റർ എടുക്കും, ഇവിടുന്ന് ഇങ്ങോട്ട് വരാനും ടോട്ടൽ എത്ര എടുക്കും? 40 കിലോമീറ്റർ എടുക്കും. അപ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഡിസ്റ്റൻസ് സെയിം അല്ലേ? അങ്ങോട്ട് പോകുന്ന അതേ ദൂരം തന്നെ ഇങ്ങോട്ട് വരുന്നത്. ഓക്കെ. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ? ദ ടൈം ടേക്കൺ ബൈ ശിവ ടു കവർ 20 കിലോമീറ്റർ ഡൗൺ സ്ട്രീം ഈ സെയിം ആസ് ടൈം ടേക്കൺ ബൈ ബോട്ട് കവർ 16 കിലോമീറ്റർ അപ് സ്ട്രീം. നമുക്കറിയാം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ? ടൈം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡിസ്റ്റൻസും സ്പീഡും തമ്മിലുള്ള റിലേഷൻ എന്താ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് USST എടുക്കാം. ബോട്ട് ആൻഡ് സ്ട്രീം ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് USST എന്ന് പറയുന്നത്. നമുക്കറിയാം ഇതിൽ നമ്മുടെ ഒരു ഡേറ്റ തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസിന്റെ റേഷ്യോ തന്നിട്ടുണ്ട് അല്ലേ? ഡിസ്റ്റൻസ് നോക്കിക്കേ, ഡൗൺ സ്ട്രീം പോകുന്ന എത്ര ഡിസ്റ്റൻസ്? 20 കിലോമീറ്റർ അല്ലേ? അപ്പോൾ ഡൗൺ സ്ട്രീം 20 കിലോമീറ്ററും അപ് സ്ട്രീം പോകുന്ന എത്ര ഡിസ്റ്റൻസിലാണ്? 16 കിലോമീറ്റർ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ റേഷ്യോ ആക്കാമല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. നമുക്കിവിടെ റേഷ്യോ ആക്കാം. 4 കൊണ്ട് കട്ട് ചെയ്താൽ 4 വരും, 4 കൊണ്ട് കട്ട് ചെയ്താൽ 5 വരും. അപ്പോൾ 4:5 കിട്ടിയല്ലോ. സോ അങ്ങനെയാണെങ്കിൽ സ്പീഡിന്റെ റേഷ്യോ എത്ര ആയിരിക്കണം? ഡിസ്റ്റൻസും സ്പീഡും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ അപ് സ്ട്രീമിന് എടുത്തിരിക്കുന്ന സ്പീഡ് 4 യൂണിറ്റും ഡൗൺ സ്ട്രീമിന് എടുത്തിരിക്കുന്ന ഡിസ്റ്റൻസ് 5 യൂണിറ്റും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് സ്പീഡ് ഓഫ് ദ ബോട്ട് കണ്ടുപിടിക്കാം, സ്പീഡ് ഓഫ് ദ സ്ട്രീം കണ്ടുപിടിക്കാം. സ്പീഡ് ഓഫ് ദ ബോട്ട് എത്ര ആയിരിക്കും?
5 + 4 ÷ 2 4.5 എന്ന് വരും. സ്പീഡ് ഓഫ് ദ സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്താ 5 - 4 ÷ 2 0.5 എന്ന് വരും. നമുക്കൊരു കാര്യം ചെയ്യും, ഈ ഒരു ഫ്രാക്ഷൻ മാറ്റാൻ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? കാര്യം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞത് ആ ഒരു ഫ്രാക്ഷൻ പാർട്ട് മാറത്തില്ല. അപ്പോൾ എത്ര വരും? 8:1:9:10 എന്ന് കിട്ടി. നമുക്കിനി ചെയ്യേണ്ടത് എന്താ? നമ്മളോട് ഇനിഷ്യലി പറഞ്ഞിട്ടുണ്ട് ശിവ കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 40 കിലോമീറ്റർ ടു എ സർട്ടൈൻ പോയിന്റ് ആൻഡ് റിട്ടേൺസ് ടു ദി സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇൻ 18 അവർ. ടോട്ടൽ അവർ 18 തന്നിട്ടുണ്ട്. അപ്പോൾ ശിവൻ എന്ത് ചെയ്തു? ഇവിടുന്ന് അങ്ങോട്ട് പോകണമെന്ന് വിചാരിക്കുക. സപ്പോസ് ശിവ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ ഡൗൺ സ്ട്രീം ആണ് എടുക്കുന്നതെങ്കിൽ ടോട്ടൽ 14 കിലോമീറ്റർ അല്ലേ, ഡിവൈഡഡ് ബൈ ഡൗൺ സ്ട്രീമിന് എടുത്തിരിക്കുന്ന സ്പീഡ് എത്ര? 10 അല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതൊരു ആക്ച്വൽ വാല്യൂ, ഇത് റേഷ്യോ അല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവന്മാർക്ക് വേരിയബിൾ ഇട്ട് കൊടുക്കാം. അപ്പം 8x 1x 9x ആൻഡ് 10x എന്ന് കൊടുക്കാം. സോ അങ്ങനെയാണെങ്കിൽ 40 / 10x പ്ലസ് തിരിച്ചു വരണ്ടേ, അപ്പോൾ 40 ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ തിരിച്ചു വരുമ്പം അങ്ങോട്ട് ഡൗൺ സ്ട്രീം ആണെങ്കിൽ തിരിച്ച് നമ്മൾ അപ് സ്ട്രീമിലാണല്ലോ വരേണ്ടത്. സോ എത്ര വരും? 8xന് എടുത്തിരിക്കുന്ന ടോട്ടൽ ടൈം എത്ര ആയിരിക്കും? 18 ആയിരിക്കും. കാര്യം എന്താ, 40 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ്, 10 എന്ന് പറഞ്ഞ സ്പീഡാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? എന്തായിരിക്കും? സോറി, ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടൈം ആയിരിക്കും. അപ്പോൾ ഇവിടെ ടോട്ടൽ ടൈം കിട്ടി 18 കിട്ടി. നമുക്കിത് കട്ട് ചെയ്ത് കളയാമല്ലോ. സോ കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഈ ഒരു 0യും ഇതും കട്ട് ചെയ്യുമ്പോൾ 4 എന്ന് വരും. ഇതും കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 5 വരും. ടോട്ടൽ 9/x വാല്യൂ നമുക്ക് കിട്ടി 18 എന്ന് കിട്ടി. സോ അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്ര ആയിരിക്കും? 1/2 എന്ന് കിട്ടും. കാര്യം എന്താ, ഈ 18 ഇവിടെ വരും, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ എത്ര വരും? 2 എന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ 1/2 എന്ന് കിട്ടി. സോ അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 9xന്റെ വാല്യൂ എത്ര ആയിരിക്കും? 9 × 1/2 എന്ന് പറഞ്ഞാൽ എത്ര? 4.5 ആയിരിക്കും ഇതിന്റെ ആൻസർ. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആയിരിക്കും ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത്. കേട്ടോ, നമ്മൾ USS ടീം പഠിച്ചിവിടെ എങ്ങനെയാണ് റേഷ്യോ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റിനെ നമുക്ക് എങ്ങനെ ഈ ഒരു ഡേറ്റയുമായിട്ട് കണക്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ചെയ്ത് പഠിക്കണം. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും. ബോട്ട്സ് ആൻഡ് സ്ട്രീംസിൽ നിന്ന് നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും കാണാൻ പറ്റും. അതുകൊണ്ട് കമ്പൽസറി ആയിട്ട് നമ്മൾ ചെയ്ത് പഠിക്കണം. ഓക്കെ ആണല്ലോ. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ പാർട്ട്ണർഷിപ്പിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് പാർട്ട്ണർഷിപ്പിൽ നിന്നാണ് വന്നിരിക്കുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സാം ആൻഡ് രാം started a business by investing in the ratio 5:4 respectively. After 6 months, Ram left the business. 6 മാസത്തിന് ശേഷം എന്ത് ചെയ്തു? രാം എന്ത് ചെയ്തു? ആ ഒരു ബിസിനസ് ലെഫ്റ്റ് ചെയ്തു. At the end of 9 months, the profit share of Sam was 1215. Then find the total profit earned by the business at the end of 9 months എന്നല്ല നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 ആൾക്കാരുണ്ട്, സാം ഉണ്ട്, അതുപോലെ രാം ഉണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കറിയാം ഈ പാർട്ട്ണർഷിപ്പിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു ടൈം ആണല്ലോ. സോ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസിനെ ഇവന്മാർക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് റേഷ്യോയിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പം അവന്മാരുടെ ഇൻവെസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട് 5:4 നമുക്ക് തന്നിട്ടില്ലേ. അപ്പോൾ എത്ര ആയിരിക്കും ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ? 5:4 തന്നിട്ടുണ്ട്. ആഫ്റ്റർ 6 months രാം ലെഫ്റ്റ് ദ ബിസിനസ്. അപ്പോൾ രാം എത്ര നാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? രാം വെറും 6 മാസത്തേക്ക് മാത്രമേ ആ ഒരു ബിസിനസ്സിൽ നിന്നുള്ളൂ. അറ്റ് ദ എൻഡ് ഓഫ് 9 months, അപ്പോൾ ടോട്ടൽ 9 months ആണ്. എ പ്രോഫിറ്റ് ഷെയർ ഓഫ് സാം വാസ് 1215. അപ്പം നമുക്കറിയാം സാം എത്ര മാസമുണ്ട്? 9 മാസമുണ്ട്. പക്ഷെ രാം 6 മാസം മാത്രമേ ഉള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവന്മാരെ വെട്ടിച്ചെറുതാക്കാം. ഇത് 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എത്ര ടൈംസ്? 3 ടൈംസ് എന്ന് വരും. 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 2 ടൈംസ് എന്ന് വരും. അപ്പോൾ റേഷ്യോ എന്തായി മാറി? ഇത് എത്ര ആയിരിക്കും? 3 15ഉം ഇത് എത്ര ആയിരിക്കും? 8 എന്നും കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ റേഷ്യോ 15:8 എന്ന് കിട്ടി. നമ്മൾ ഈ തന്നിട്ടുണ്ട് പ്രോഫിറ്റ് ഷെയർ ഓഫ് സാം എത്ര? 1215 അല്ലേ. സോ നമുക്ക് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാം. 15 യൂണിറ്റിന്റെ വാല്യൂ എത്ര ആയിരിക്കും? 1215 ആയിരിക്കും. സോ ഒരു യൂണിറ്റിന്റെ വാല്യൂ എത്ര ആയിരിക്കും? നമുക്ക് എത്ര ടൈംസാ? 15 1215 കണ്ടുപിടിച്ചൂടെ? നോക്കിക്കേ, 15 എത്ര ടൈംസാ? 15 8 നമുക്കറിയാം എത്ര? 120 എന്നറിയാം. പിന്നെ 1 വരും. സോ 81 ടൈംസ് ആയിരിക്കും അല്ലേ. അപ്പോൾ 81 ടൈംസ് ആയിരിക്കും ഈ പറയുന്ന 15 × 81 ആയിരിക്കും 1215. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ ടോട്ടൽ പ്രോഫിറ്റ് അല്ല കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം ഒരു യൂണിറ്റിന്റെ വാല്യൂ നമുക്ക് കിട്ടി 81 ആണെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 15 + 8 23 ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ 23 യൂണിറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 81 × 23 ചെയ്താൽ മതി. നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് 3 വരണം. നമ്മുടെ ലക്ക് കൊണ്ട് എല്ലാവരുടെയും ലാസ്റ്റ് ഡിജിറ്റ് 3 ആണ്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. എത്ര വരണം? 0 3 16 8 3 24 1 26 അല്ലേ. അതായത് 63ഉം 18ഉം വരണം. ഏതാ ഓപ്ഷൻ? 18 61 ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ ഇ ആയിരിക്കും ഇതിന്റെ ആൻസർ. ഏതാ? 1863 ആയിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞത്. കണ്ടാലും നമ്മൾ എങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നത് മനസ്സിലായി. ഈ ഒരു ലെവൽ ഓഫ് പാർട്ട്ണർഷിപ്പിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മുടെ RRB ക്ലർക്കിന് വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് വേണ്ട സ്പീഡ് ആയിരിക്കണം. മറ്റേ നമ്മുടെ RRB PO ആണെങ്കിൽ നമുക്ക് വേരിയബിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. പക്ഷേ ഇവിടെ നമുക്ക് സ്പീഡും വേണം, ഒരുപാട് ട്രിക്കും അറിഞ്ഞിരിക്കണം. അതാണ് ഇവിടെ ഉണ്ടാകുന്ന വ്യത്യാസം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് പിക്ക് എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ലേ. അവിടെ റോങ് നമ്പർ സീരീസും അതുപോലെ കേസ് റിലേറ്റഡ് DA വരുമ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? മാർക്ക് ആൻഡ് റിവ്യൂ കൊടുക്കുക. ബാക്കിയെല്ലാം
വേഗം മിസ്ലേനിയസ് ക്വസ്റ്റൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം അരിത്തമെറ്റിക് ഒക്കെ എടുത്ത് തകർത്തങ്ങ് ചെയ്തോ. ഈ ഡി ഐസ് ഒക്കെ വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഡി ഐസ് ആയിരിക്കും വരുന്നത്. വാല്യൂസ് ഒക്കെ നമ്മുടെ ടേബിൾ ഫോമിലെല്ലാം കംപ്ലീറ്റ് തരും. നമ്മൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രം മതി. ആ ഒരു ടൈപ്പ് ഓഫ് ഡി ഐസ് ആയിരുന്നു വരുന്നത്. അതുകൊണ്ടാണ് RRB ക്ലർക്കിന്റെ കട്ട് ഓഫ് എപ്പോഴും 80-70+ എപ്പോഴും കട്ട് ഓഫ് വരുന്നത് നമ്മുടെ കേരളത്തിൽ RRB ക്ലർക്കിന്. അതുകൊണ്ട് ഈസിയാണ്, ആരും പേടിക്കേണ്ട, സ്പീഡ് മാത്രം. അതുപോലെ ട്രിക്കുകൾ ഒരുപാട് റിവിഷൻ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു നമ്മുടെ മെൻസുറേഷൻ ചാപ്റ്ററിൽ നിന്നാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുക, അതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം ആർക്കായിരിക്കും അത് കറക്റ്റായിട്ട് അതിൻ്റെ ആൻസർ കിട്ടുന്നതെന്ന്. അപ്പോൾ നമുക്ക് അടുത്ത സീരീസിൽ, അതായത് നാളത്തെ ക്ലാസ്സിൽ ഈ ക്വസ്റ്റ്യനും നമുക്ക് ബാക്കി ഒരുപാട് ട്രിക്കുകൾ പഠിക്കണം. അപ്പോൾ നിങ്ങൾ കമ്പൽസറി ആയിട്ട് ഇത് റെഗുലറായിട്ട് ഫോളോ ചെയ്യുക. 5 ദിവസം 5 ക്ലാസ് വരും. അപ്പോൾ നല്ലപോലെ ഫോളോ ചെയ്യുക, നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ റെഗുലറായിട്ട് ഒരു എത്രത്തോളം മോക്ക് ടെസ്റ്റ് എഴുതാൻ പറ്റുമോ അത്രത്തോളം മോക്ക് ടെസ്റ്റ് എഴുതണം. അപ്പോൾ ഓക്കെ ആണല്ലോ. താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നിങ്ങൾ ആ ഉള്ളിലുണ്ടാകുന്ന ഒരു ഫയർ കളയരുത്. നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ ആണല്ലോ. താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.